ഹായ് സ്റ്റുഡൻസ്, SLC IT എക്സാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മളൊരു ലാബിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവേണ്ടത് വർക്ക്ഷീറ്റും ഹോൾ ടിക്കറ്റുമാണ്. അതിനുശേഷം നമുക്ക് അലോട്ട് ചെയ്ത സിസ്റ്റത്തിൽ നമ്മളിരിക്കുമ്പോൾ അവിടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ, അവിടെ തന്നിരിക്കുന്നത് മീഡിയം ഓഫ് എക്സാമിനേഷൻ എന്നൊരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവും. അവിടെ നമുക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സ് ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മീഡിയം, മലയാളം ആണെങ്കിൽ മലയാളം എന്ന് സെലക്ട് ചെയ്യണം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിന് തൊട്ട് താഴെയായിട്ട് രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ളൊരു ബോക്സ് കാണാം. അവിടെ നിങ്ങളെ രജിസ്റ്റർ നമ്പർ ഹോൾ ടിക്കറ്റ് എടുത്തു വെച്ചിട്ട് അത് നോക്കി കൃത്യമായിട്ട് തെറ്റാണ്ട് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ വിൻഡോ വരും. അതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഇന്ന മീഡിയമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, വെരിഫൈ എന്നുള്ളൊരു ബട്ടൺ ആയിരിക്കും വരിക. അത് നിങ്ങൾ വെരിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളാണ് വരിക. നിങ്ങൾക്ക് എത്ര സമയമാണ് തന്നിരിക്കുന്നതെന്നും അതിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നതൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കി നിങ്ങളവിടെ സ്റ്റാർട്ട് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ എക്സാം ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആദ്യം വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 10 ചോദ്യങ്ങളാണുള്ളത്. അതിൽ ഓരോന്നിനും നൽകിയിട്ടിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിലേതെങ്കിലും ഒന്ന് ശരിയായിരിക്കും, അതിലൊന്ന് ടിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നിന് 1/2 മാർക്ക് വീതം. ആ 10 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്ത് 5 മാർക്കാണ് കിട്ടുക. അപ്പം ആ 4 ഓപ്ഷനിൽ കൃത്യമായിട്ട് നമ്മൾ വായിച്ചിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ ടിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിലായിട്ട് അടുത്ത ടാബ് കാണാം, വെരി ഷോർട്ട് ആൻസർ എന്ന് പറഞ്ഞിട്ട് കാണാം. ആ വെരി ഷോർട്ട് ആൻസർ എന്നുള്ളതിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 2 എണ്ണം ശരിയായിരിക്കും. 5 ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. ഈ 5 ഓപ്ഷനിൽ 2 എണ്ണം നമ്മൾ ടിക്ക് ചെയ്യണം. ആ ടിക്ക് ചെയ്തതിന് ശേഷം അതിനാണ് നമുക്ക് 1 മാർക്ക് കിട്ടുക. അതേപോലെ നമുക്ക് 3 കളറിലായിട്ടാണ് കാണിക്കുക. ഒന്ന് ബ്ലൂ കളറിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ബ്ലൂ കളറിൽ കാണിക്കും. സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് റോസ് കളറിൽ കാണിക്കും. അതുപോലെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യന് ഗ്രീൻ കളറിലാണ് കാണിക്കുക. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ചെയ്യാത്തുണ്ടെങ്കിൽ ഫിനിഷ് എക്സാം അടിക്കുമ്പം, ഫിനിഷ് തിയറി എക്സാം അടിക്കുമ്പോൾ ഇന്ന ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ള മെസ്സേജ് കാണിക്കും. അപ്പോൾ എല്ലാ തിയറി ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തതിന് ശേഷം ഫിനിഷ് തിയറി എക്സാം, നിങ്ങളുടെ പുറകിലിരിക്കുന്ന ടീച്ചറിൻ്റെ അനുവാദത്തോടെ ഫിനിഷ് തിയറി എക്സാം ക്ലിക്ക് ചെയ്യുക. ഫിനിഷ് തിയറി എക്സാം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പോകുന്നത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിലേക്കാണ്. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ആദ്യത്തെ ഗ്രൂപ്പ് 1 ഭാഗത്തു നിന്ന് വരുന്നത് 2 ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. ദ വേൾഡ് ഓഫ് ഡിസൈനിങ് എന്ന് പറയുന്ന ഇങ്ക്സ്കേപ്പ് ഭാഗത്തെ ക്വസ്റ്റ്യനും അതുപോലെ മാപ്പ് റീഡിംഗ് എന്ന് പറയുന്ന സൺ ക്ലോക്കോ അല്ലെങ്കിൽ ക്വിസോ ആയിരിക്കും. അപ്പോൾ ചില സമയത്ത് 2 ഇങ്ക്സ്കേപ്പ് ഭാഗത്തെ ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ 2 സൺ ക്ലോക്ക് ഭാഗത്തെയോ അല്ലെങ്കിൽ 2 ക്വിസ് ഭാഗത്തെയോ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പോൾ 2 ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ആ 2 ഓപ്ഷൻസിൽ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് 7 മാർക്കാണ്, ഫുൾ മാർക്ക് 7 മാർക്കാണ്. അടുത്ത വരുന്നത് ഗ്രൂപ്പ് 2ലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പബ്ലിഷിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ പബ്ലിഷിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിലെ ഫുള്ളായിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഒന്ന് മെയിൽ മെർജ്, പിന്നെ സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ ഇൻഡെക്സ്. അപ്പോൾ ഈ 3 വിഭാഗത്തിലുള്ള ക്വസ്റ്റ്യനാണ് അതിൽ വരിക. അതിലും 2 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത്. ആ 2 ഓപ്ഷനിലും അതേ ചാപ്റ്ററിൽ നിന്നായിരിക്കും ഉണ്ടാവുക. അതിലും നമ്മൾ ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. 7 മാർക്കാണ് അതിനുണ്ടാവുക. പിന്നെ വരുന്നത് 3ാമത്തെ ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പൈത്തൺ ഗ്രാഫിക്സിലെയും അല്ലെങ്കിൽ ഡാറ്റാബേസിലെയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പൈത്തൺ ഗ്രാഫിക്സിലാണെങ്കിൽ നമുക്കൊരു പ്രോഗ്രാം ചെയ്തിട്ട് തന്നിട്ടുണ്ടാവും. ആ പ്രോഗ്രാം നമ്മൾ ആദ്യം റണ്ണ് ചെയ്ത് പുറകിലിരിക്കുന്ന ടീച്ചറെ കാണിച്ചതിന് ശേഷം ഔട്ട്പുട്ട് ട്യൂൺ ചെയ്യുക. അതും സെയിം ഫയലിൽ തന്നെ സേവ് ചെയ്ത് അതും കാണിക്കണം. അതിൽ ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഗ്രൂപ്പ് 2ാമത്തെ ഔട്ട്പുട്ട് ചെയ്യേണ്ടത്. ഡാറ്റാബേസ് ചില സമയത്ത് 2ഉം ഡാറ്റാബേസ് ക്വസ്റ്റ്യനായിട്ട് വരാം. അപ്പം ചിലപ്പോൾ 2ഉം പൈത്തൺ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതിലും ഏതെങ്കിലും എളുപ്പമുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. പിന്നെ അടുത്ത വരുന്നത് 4th ഗ്രൂപ്പ് വരുന്നത് മൂവിങ് ഇമേജസ് എന്ന് പറയുന്ന സിൻഫിക് സ്റ്റുഡിയോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ആനിമേഷൻ ചെയ്യുന്നത്. പിന്നെ അട്രാക്റ്റീവ് വെബ് പേജ് ഡിസൈനിങ്. അപ്പോൾ ഇതിലും അട്രാക്റ്റീവ് വെബ് പേജ് ഡിസൈനിങ്ങിലെ ക്വസ്റ്റ്യൻ 2ഉം അട്രാക്റ്റീവ് വെബ് പേജ് ഡിസൈനിങ്ങിലെ ക്വസ്റ്റ്യൻ വരാം, ഇല്ലെങ്കിൽ 2ഉം സിൻഫിക് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ വരാം.
അതിലും 2 ഓപ്ഷൻ ഉണ്ട്. ആ 2 ഓപ്ഷനിൽ ഏറ്റവും എളുപ്പമുള്ള ഒന്നെടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് എക്സാം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള എടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് എക്സാം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സ്റ്റാർട്ട് എക്സാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്കാണ് പോവുക. അവിടെ ചെറിയൊരു വിൻഡോ ഉണ്ടാവും. ആ വിൻഡോയിൽ നമുക്ക് കറൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്ത ക്വസ്റ്റ്യൻ നമുക്കവിടെ കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻസിൻ്റെ ഈ ഗ്രൂപ്പിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ടീച്ചറുടെ അനുവാദത്തോടെ മാത്രമേ അത് കംപ്ലീറ്റ് ചെയ്ത് പുറത്തു പോകാൻ പാടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഹോമിൽ റീസെറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ നിങ്ങൾക്കിവിടെ ഇങ്ക്സ്കേപ്പ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചിലപ്പം എല്ലാവരും ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസൊക്കെ ഡിസോർഡർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അത് വേണമെങ്കിൽ നമുക്കിവിടെ നിന്ന് റീസെറ്റ് ഇങ്ക്സ്കേപ്പ് യൂസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. അതുപോലെ റീസെറ്റ് ലിബ്രെ ഓഫീസ് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലിബ്രെ ഓഫീസ് റീസെറ്റ് ചെയ്യാം. അതേപോലെ സിൻഫിക്സ് സ്റ്റുഡിയോ, QGIS ഒക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് സോഫ്റ്റ്വെയർ റീസെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫയൽസ്, ഏതെങ്കിലും എക്സാം ഡോക്യുമെൻറ്റ്സോ ഇമേജസോ കിട്ടാണ്ട് വരികയാണെങ്കിൽ അത് കിട്ടാനുള്ള ഓപ്ഷനാണ് അക്സസറീസിൽ റീലോഡ് IT എക്സാം ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഇമേജസ് എന്നുള്ളത്. ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും റീസെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.